വാഴക്കുണ്ടാരോ പൊക്കോ. ഇപ്പൊ ഗൈസ് വിലവെടുത്ത് അമ്മ കൊണ്ടുപോവാണ്. അപ്പൂപ്പനും കൂടി അമ്മയും അപ്പൂപ്പനും കൂടി കൃഷി ചെയ്തൊക്കെയാണ് അവർ കൊണ്ടുപോവാണ്. നല്ല വാഴക്കൊലയാ. പച്ചപ്പഴം എനിക്ക് തെറ്റിപ്പോയി. പച്ചപ്പഴം ഗൈസ്. അപ്പം പഴുക്കാനാണെന്ന് തോന്നുന്നത്. അങ്ങോട്ട് ചാരിയൊക്കെ കുത്തനെ നീളത്തെ വെച്ചിഞ്ഞോണ്ട് വാമി. അപ്പം ഗൈസ് നമ്മുടെ ഇത് കൃഷിയിലോട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഇത് പറയും എന്തുവായിരുന്നു അതിൻ്റെ പേര്, ചീനി കപ്പ, ചീനി മരച്ചീനി കപ്പ എന്നൊക്കെ പറയുന്നത്. അവിടെയും പേരുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളതിൻ്റെ ഒരു പഴുത്ത് ഉണങ്ങിയ ഇലയാ, നല്ലൊരു തൊള്ളയാ. പിന്നെ അങ്ങനെയൊക്കെയുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ പച്ചക്കറികളൊക്കെ കാണിക്കാം. ശിവാനി വന്നേ ഗൈസ്. അപ്പോൾ ശിവാനിയുടെ ഇതും വെച്ചൊക്കെ നമ്മൾ ഒരു മാല പോലെയൊക്കെ ഉണ്ടാക്കാം. ശിവാനി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തേ ഗൈസ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടുണ്ടാക്കിയ ഞാൻ ഒരു മാലയാണ് ഗൈസ്. പിന്നെ ഇത് വിളവെടുക്കാൻ സമയമായെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇത് കുറേ തോട്ടമാണ്. ഇത് കാണിച്ചു തരട്ടെ. അതിൻ്റെ പുറകെ വൈകുന്നുണ്ട് തോട്ടം. വാ വാ. മാല കണ്ടോ? ഞാൻ മാല അണിയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാൻ കമന്റ് ചെയ്യണേ. തോട്ടത്തിലേക്ക് പോകാം. ഇതിൽ കൂടെയാണ് ഞങ്ങൾ തോട്ടത്തിലേക്കൊക്കെ പോകുന്നത്. അടുക്കള കുറേ ഇതുണ്ട് ഗൈസ്. കരിവേപ്പില ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട് ഗൈസ്. നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്. ആർക്കെങ്കിലും വേണോ കമന്റ് ചെയ്യൂ. കുഞ്ഞത് വേണം. അതിൻ്റെ ഒരു കൃഷിയാണ് ഞങ്ങളുടെ അടുത്തുണ്ട്. അത് ഗൈസ് അത് പൈനാപ്പിളാണ് കേട്ടോ. വെച്ചതേ ഉള്ളത്. കിളിച്ച് നല്ലോണം വരും. ഇനി നമുക്ക് അടുത്തൂടെ കാണാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് തോട്ടം അങ്ങനെ തോട്ടം വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിനകത്ത് മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, മറ്റേ ഈ ചമ്മ എന്ന് പറയുന്നൊരു കുഞ്ഞ് ചാമ്പ എന്ന് പറയുന്നത്. ചാമ്പയ്ക്കല്ല ചാമ്പ ഗൈസ്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെന്തുവാ? എനിക്കറിഞ്ഞൂടി. ഇത് എന്തൊരു ചെടിയാണ് ഗൈസ്. ഇതിന്റെ പേരറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. എന്നാ തോന്നുന്നേ. എങ്ങനെയെന്ന് അറിയാമെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബാ നമുക്കിനി ഫ്രൂട്ട്സ് തോട്ടം. ഗൈസ് ഇവിടെ പൂക്കൾ ഉണ്ടാവും. നല്ല സുന്ദരി പൂവാണ് ഇതൊക്കെ. ഇതെന്തുവാന്നറിയാവോ? ഇവിടെ തേൻ കുടിക്കുന്നു. കുമ്പളങ്ങയാണ്. കമന്റിൽ പറയാം. ഞാൻ എനിക്കറിയത് എന്തുവാ. നിങ്ങൾ കമന്റ് ഇട്ടേക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് മിറാക്കിൾ ഫ്രൂട്ട് ആണ്. മിറാക്കിൾ ഫ്രൂട്ടും കുറെ ഫ്രൂട്ടും ഉണ്ട്. കുറച്ച് ഈ വഴി കൂടെയാണ് ഗൈസ് പോകണ്ടേ. ശ്രദ്ധിച്ചോണേ ഗൈസ്. ക്യാമറമാനെ ലാസ്റ്റ് വീഡിയോ കാണിക്കുക. ക്യാമറ നല്ലൊരു അവിടെയാണ് കേട്ടോ ഗൈസ് മിറാക്കിൾ ഫ്രൂട്ട് ഉള്ള. ഇതെന്തുവാന്നറിയാം? കാട്ടുപൂന്നൊക്കെ പറയും. ഇതിവിടെ വന്നിരുന്നാൽ ഈ പ്രേതങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ്. അറിയാവോ ഗൈസ് ഇതെന്താന്ന്? ബട്ടർഫ്ലൈ ഗൈസ്. എൻ്റെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ. കണ്ട ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് മിറാക്കിൾ ഫ്രൂട്ട്. പിടിച്ചിട്ടില്ല ഗൈസ്. പിടിച്ചിട്ടില്ല. വേണ്ട ഗൈസ്. ഇതാട്ടോ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി. നമ്മുടെ നാഷണൽ വാഴ. ഇത് പിന്നെ ഇതാണ് ഓറഞ്ചിന്റെ ചെടിയാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ചിലവര് വെള്ളം തിളപ്പിക്കാൻ നല്ല മധുരമൊക്കെ ഉണ്ട്. നീക്കിയ വാഴയെ കടിച്ചു. ഇതാണ് ചെടിക്കുള്ള വാഴ. പക്ഷെ നോക്കി ഞങ്ങളുടെ വാഴ ഏതെന്ന് വെച്ച് അതാണ് ഞങ്ങളുടെ വാഴ. അസല് വാഴയാണ് ഇവള് അസല വാഴയാണ് ഗൈസ്. ഇതെന്തുവന്നറിയാവോ നിങ്ങൾക്ക്? എന്തുവാടി പറയുന്നതിനെ? പാഷൻ ഫ്രൂട്ട് ആണോ? അല്ല. പാഷൻ ഫ്രൂട്ട് ആണോ? പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പടർത്തിവിടാനാണോ? ഇത്രയും വലുതോ? ഇത് ചേന. ഇത് ചേനയോ ചേമ്പാട്ടോ. ചേമ്പെന്നാ തോന്നുന്നു. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ സ്വന്തം പശുക്കുട്ടി എണ്ണിട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് പശുക്കുട്ടിയെ കാണിച്ചു തരാം.
ഗായ്സ് അപ്പോൾ വേണ്ടി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ പശുക്കുട്ടി എണ്ണിട്ട് നിൽക്കുന്നു. അയ്യോ പാവത്താൻ എണ്ണിറ്റു. അതുകൊണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ടോ ഗായ്സ്? പശുക്കുട്ടിയെ കാണിച്ചു കൊടുക്കാം. ഹലോ, എന്തോട്ടോ ഉണ്ടാടാ ഗൈസ്? നിൽക്കുന്നുണ്ടോ കുട്ടി? പെണ്ണല്ല ആണാണ് ഗൈസ്. ഇത് ആണല്ല പെണ്ണാ ഗൈസ്. എനിക്ക് തെറ്റിപ്പോയി ആണും പെണ്ണാന്ന് പറയുമ്പോ. ഒന്നും ചെയ്തില്ല പശുക്കുട്ടോ. പാവാട്ടോ ഇവൻ, സുന്ദരിക്കുട്ടിയാട്ടോ ഇത്, പാവാണേ. ഇത്ര നേരം അവൻ ഇപ്പുറത്ത് കിടക്കുമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ചാടിക്കയറി ഇങ്ങോട്ട് വന്നു കേട്ടോ. പശുക്കുട്ടിയെയും കെട്ടിപ്പിടിക്കട്ടെടി. നീ കെട്ടിപ്പിടിക്കാവോ ഗൈസ്? ഞാൻ ക്യാമറമാനെ കാണിച്ചു തരട്ടെ. ക്യാമറമാനെ നോക്കിക്കേ, ഇവളാണ് നമ്മുടെ ക്യാമറമാനെ. ഒന്ന് കളിപ്പിച്ചോ, നീ പശുവിനെ കളിപ്പിച്ചോളൂ. ഇവളെന്തോ പറയാ, എടിയോ ഒന്ന് മതിയടി എനിക്ക് പശുവിനെ കളിപ്പിക്കണോന്ന് പറഞ്ഞ ചാടുന്നു. ആ വരുന്ന പാവം തേണ്ട ഗൈസ് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നടക്കുവാണ്. പക്ഷെ നടക്കുന്നില്ല, സ്റ്റക്കായിട്ട് ഇവിടെ തലയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. വാലാട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ നിന്ന് അപ്പൊ ഗായ്സ് ഇതേണ്ട കണ്ടോ, കുറെ നേരമായി ഇവിടെ കിടന്ന് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്യുക. ബൈ.